ഏർപ്പാട് ഇന്ന് തന്നെ എഴുതിയേക്കാം. എന്താ? അമ്മച്ചി, അമ്മച്ചി എന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല മോളെ. എന്തോ ഉണ്ട്. അല്ലെങ്കിൽ അമ്മച്ചി ഇങ്ങനെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം വെറ്റിപ്പെറുക്കി നമ്മൾ ഇങ്ങോട്ട് പോരാൻ പാടില്ലായിരുന്നു മോളെ. പോകുന്നത് അബദ്ധമായി. അതിനിപ്പോ എന്തുണ്ടായി? മോള് പോയി കാപ്പി കുടിക്കേ. അമ്മച്ചി, കാനഡയിൽ നിന്ന് ജോയിച്ചിന്റെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? ഒത്തിരി വിശേഷമുണ്ട്. നിനക്ക് വന്ന കത്തല്ലേ? ഞാനെന്തിനാ വായിക്കുന്നത്? പുള്ളിക്കാരൻ അടുത്ത മാസം തന്നെ വരുന്നുണ്ട് പോലും. മടങ്ങുമ്പോ ഒറ്റയ്ക്കായിരിക്കില്ലത്ര. വരട്ടെ. മനഃപൂർവ്വമല്ല അച്ചോ, എന്തെല്ലാം കാര്യങ്ങളാ നോക്കേണ്ടത്. തലസ്ഥാനം, അസംബ്ലി. എന്നിട്ട് നമ്മുടെ മത്തായിയുടെ വീട്ടിൽ നിത്യ സന്ദർശനാന്ന് കേട്ടല്ലോ. അവിടെ ആണോ അസംബ്ലി കൂടുന്നത്? അയ്യോ, അത് അദ്ദേഹം ഇവിടുത്തെ ഏക മുതലാളിയല്ലേ. പുള്ളിക്കാരന്റെ കടാക്ഷമില്ലാതെ ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് നിലനിൽപ്പുണ്ടോ അച്ചോ? അതെന്തോ എനിക്കറിയില്ല. നിങ്ങൾക്ക് വോട്ട് തരുന്നതും ജയിപ്പിക്കുന്നതും ഇവിടുത്തെ സാധാരണ ജനങ്ങളാ, മത്തായി അല്ല. അച്ഛൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എല്ലാം ശരിയായി തന്നെയാ ധരിച്ചിരിക്കുന്നത്. ഒന്ന് ചോദിക്കട്ടെ, ഈ റോഡ് ഈ നിലയിൽ എത്ര കാലമായിട്ട് കിടക്കുന്നു? റോഡ് മോശമായതുകൊണ്ടല്ലേ ബസ് ഇവിടം വരെ വരാത്തത്? ഈ റോഡ് അത്ര മോശമൊന്നും അല്ലച്ചോ. പിന്നെന്താ മത്തായിയുടെ ബസ് ഇവിടം വരെ വരാത്തത്? അത് വേണ്ട, പൂരിപ്പിക്കണ്ട. MLA മാർക്ക് 2 റോഡ് വീതം അനുവദിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ പേരിൽ ഈ റോഡ് നിങ്ങൾക്ക് ശരിയാക്കാമായിരുന്നല്ലോ. അതിനു പകരം മത്തായിയുടെ എസ്റ്റേറ്റിലേക്ക് കാറും ലോറിയും ചെല്ലത്തക്ക വിധം ആ റോഡും നിങ്ങൾ അയക്ക് അനുവദിച്ചു കൊടുത്തു. ഇതൊക്കെ ഇവിടെ ആർക്കും മനസ്സിലായിട്ടില്ലെന്ന് കരുതുന്നുണ്ടോ വട്ടപ്പാറേ? അതെന്റെ മാത്രം കുറ്റമല്ലച്ചോ. വകുപ്പ് മന്ത്രി വിളിച്ചു പറഞ്ഞുകൊണ്ടല്ലയോ. മന്ത്രി ആയാലും MLA ആയാലും എല്ലാരും കൂടി ഇവിടുത്തെ സാധുക്കളായ മനുഷ്യരെ കബളിപ്പിക്കുന്നതിന് ഒരു അതിരൊക്കെ ഉണ്ട്. അത് മറക്കരുത്. ഞാൻ സാറിനെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? സാർ ഒരു പോളിസി എടുക്കണം. എനിക്കെന്തിനാണോ പോളിസി? ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ നിയോജക മണ്ഡലത്തിലെ ആജീവനാന്ത MLA ആണ്. ഉറപ്പാ. സാറിനൊന്നും തോന്നരുത്. ഞാനൊരു സത്യം പറയാം. സാറിന്റെ സ്ഥലപ്രവൃത്തിയെ പറ്റി ഇവിടുത്തെ ആൾക്കാരിൽ നിന്നും അറിഞ്ഞിടത്തോളം സാറിന് ലൈഫ് ഇൻഷുറൻസ് വളരെ ആവശ്യമാണ്. ഒരു വലിയ തുകയ്ക്ക് ധൈര്യമായി എടുക്കാം. അങ്ങേയറ്റം പോയാൽ 2 പ്രീമിയത്തിൽ കൂടുതൽ കെട്ടേണ്ടി വരില്ല. തീർച്ച 2 വർഷത്തിനകത്ത് മുഴുവൻ തുകയും ഭാര്യയ്ക്കും മക്കൾക്കും കിട്ടും. താനെന്താ പറയുന്നത്? 2 കൊല്ലത്തിന് ഞാൻ മരിച്ചു പോകുന്നു. പിന്നെ മുഖസ്തുതി പറയല്ല, അത്രയും വേണ്ടി വരില്ല. അതിനകത്ത് തന്നെ അത് സംഭവിച്ചോളൂ. ഓരോടുന്ന് താൻ ആരോടാണ് സംസാരിക്കുന്നറിയോ? ചേട്ടാ, ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചപ്പോ വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നോക്കിച്ചിട്ട് കാര്യമില്ല. നീ നിന്റെ അമ്മയും ഒക്കെ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങളെയൊക്കെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. മര്യാദ കഴിഞ്ഞാൽ കൊള്ളാം, ഇല്ലെങ്കിൽ അമ്മയും മക്കളും ഇറങ്ങണം ഇവിടുന്ന്. ചിറ്റപ്പൻ ഇത്രയേറെ ശോഭിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? അതൊന്നും അറിഞ്ഞോട്ടെ. എന്തുണ്ടായിരുന്നു? ഞാൻ പറയുന്നത് എന്തെങ്കിലും നീ അനുസരിക്കാറുണ്ടോ? നിനക്ക് തോന്നുന്നല്ലേ നീ ചെയ്തത്? അതിപ്പോ ചിറ്റപ്പൻ പറയുന്നത് എല്ലാം അങ്ങോട്ട് അനുസരിക്കാൻ പറ്റുമോ? അനുസരിക്കാൻ കൊള്ളാത്തതും ചിറ്റപ്പൻ പറയാറില്ലേ? ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ചിരിക്കണം, അല്ലാത്തവനൊന്നും ഇവിടെ താമസിക്കാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞാൽ കുഴഞ്ഞു പോകും. ഇനി എന്തൊക്കെ സംഭവിക്കുന്നു പറഞ്ഞാലും ചിറ്റപ്പന്റെ കഞ്ചാവ് കടത്തിന് എന്നെ കിട്ടില്ല. എങ്കിൽ അമ്മയും പെങ്ങളെയും വിളിച്ചോണ്ട് ഇറങ്ങണ ഇവിടുന്ന്. ഈ നിമിഷം ഇറങ്ങണം. അങ്ങനെ പേടിപ്പിക്കണ്ട. നാട്ടിലുണ്ടായിരുന്ന ഞങ്ങളുടെ സ്വത്ത് വിറ്റിട്ട് രൂപ ഇങ്ങോട്ട് താ, ഞങ്ങൾ പോയേക്കാം. സ്വത്ത് വിറ്റിട്ട് രൂപയോ? ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയ രൂപ എവിടുന്ന? ആഹാരം കഴിച്ച എവിടുന്ന? ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെലവാക്കി എന്നാ പറയുന്നത്? എന്റെ ഈ നിൽക്കുന്ന മോളെ പഠിപ്പിച്ചോളാമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നിട്ട് അവസാനം അവളെ തയ്യൽ പഠിക്കാൻ പോകേണ്ടി വന്നില്ലേ? സ്വന്തം മോളെ ബാംഗ്ലൂർ അയച്ച് പഠിപ്പിക്കുന്നില്ലേ? പിന്നെ എന്റെ മോളെ മറ്റാരെങ്കിലും പഠിപ്പിക്കോ? ഞാൻ തന്നെ പഠിപ്പിക്കണം. ഞങ്ങളുടെ സ്വത്ത് വിറ്റ് കിട്ടിയ രൂപ കൊണ്ടല്ലേ ചിറ്റപ്പൻ ആയിരക്കണക്കിന് കാട് വാങ്ങിയത്. അവിടെ കഞ്ചാവ് കൃഷി നടത്തി കോടീശ്വരനെ പോലെ കഴിയുന്നത്. എന്റെ അമ്മയും പെങ്ങളും ഇവിടുത്തെ വീട്ടു ജോലിക്കാരെ പോലെ കഴിയുന്നു. ഞാൻ ചിറ്റപ്പന്റെ കഞ്ചാവ് കടത്തുകാരാണ് അല്ലേ? മനസ്സില്ല. ഞങ്ങളുടെ രൂപ കണക്ക് തീർത്ത് തന്നാ മതി. ഈ നിമിഷം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയേക്കാം. ഏത് രൂപ? ഏത് കണക്ക്? അന്യരെ പറ്റിക്കുന്നത് പോലെ എന്നെ പറ്റിക്കാമെന്ന് കരുതണ്ട. ഞാൻ വിട്ടുതരില്ല. നീ എന്തോ ചെയ്യും? എന്ന് ചെയ്യുമെന്നോ അറിയണോ? മത്തായി ഇത്രയേറെ കൊള്ളാത്ത ആളാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഇത് പാടില്ലായിരുന്നു. ഇനി അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലച്ചോ.
അച്ഛൻ ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് ഏർപ്പാട് ചെയ്ത് തരണം. എനിക്കും മക്കൾക്കും ആരോഗ്യം ഉണ്ടച്ചു. ഞങ്ങള് ജോലിയെടുത്ത് ജീവിച്ചോളാം. ശരി, നമ്മുടെ കറിയാച്ചന്റെ വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അത് ഞാൻ ഏർപ്പാട് ചെയ്തു തരാം. തൽക്കാലം അവിടെ താമസിക്കാം. മതിയച്ചോ, പക്ഷേ ഇന്ന് തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാറിയാൽ. അങ്ങനെ ആയിക്കോട്ടെ. സണ്ണിക്ക് ഡ്രൈവിംഗ് അറിയാമല്ലോ. ഒരു ജീപ്പ് വാങ്ങാനുള്ള പണം ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തു തരാം. കുറേശ്ശെയായിട്ട് അടച്ച് ബാങ്കിലെ കടം തീർത്താൽ മതി. വലിയ ഉപകാരച്ചോ. അച്ഛനോട് ഇതിന് നന്ദി പറയേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ലച്ചോ. ഇതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ പരസ്പരം ചെയ്യുക, അതാണ് മനുഷ്യത്വം. കൊള്ളാം മോനെ, നല്ല വണ്ടിയാ. അമ്മച്ചി കയറുന്നു. നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങിട്ട് വരാം. നമ്മുടെ സ്വന്തം വണ്ടിയല്ലേ. സ്വന്തം വണ്ടിയോ? കടം വാങ്ങിച്ച് രൂപ കൊടുത്ത് വാങ്ങിയതല്ലേ? കടമൊക്കെ വളരെ വേഗത്തിൽ അടച്ചു തീർക്കില്ലേ. ഇവിടെ നല്ല ഓട്ടം കിട്ടും അമ്മച്ചി. അമ്മച്ചി കയറിയാട്ടെ. ആലീസൂടെ വരട്ടു മോനെ, എന്നിട്ട് നമുക്ക് 3 പേർക്കും കൂടെ ചുറ്റിക്കറങ്ങാം. എങ്കിൽ എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ നിൽക്കുക. സിസ്റ്റർ, നിങ്ങൾ പുറത്തേക്കണം. ഇവിടെ രോഗികൾക്ക് മരുന്ന് കൊടുത്തോണ്ടിരിക്കുക. ഞാനും ഒരു രോഗിയാണ് സിസ്റ്ററെ. നിങ്ങളെ കണ്ടിട്ട് പുരുഷനാണെന്ന് തോന്നുന്നല്ലോ. സംശയമുണ്ടെങ്കിൽ പരിശോധിച്ചു നോക്കാം. ഇവിടെ സ്ത്രീകൾക്ക് മരുന്ന് കൊടുക്കുന്ന സ്ഥലമാണ്. അതെനിക്കറിയാം സിസ്റ്റർ. എന്റെ ഈ നടുവിനൊരു വേദന. നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ട് അല്ലേ? അല്ലാതെ ഈ തണുപ്പത്ത് കഴിയാൻ ഒക്കുമോ സിസ്റ്റർ? ഇവിടെ ഈ മദ്യഷാപ്പുകളൊക്കെ ഉള്ളത് അതിനുവേണ്ടിയല്ലേ. നിങ്ങൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾ ഇറങ്ങി പോകുന്നോ അതോ? ശരി, ഞാൻ പോയിട്ട് പിന്നെ വരാം. ശരീരം വേദനിക്കുന്ന പോലും അതിന് മരുന്നല്ല, അടിയാണ് അവൻ ഇപ്പൊ ആവശ്യം. റാസ്കിൾ. ഓഫീസിൽ ചെന്ന് ചാർജ് എടുത്തിട്ട് പിന്നെ ഞാൻ അവിടെ നിന്നില്ല. നേരെ ഇങ്ങോട്ട് പോകുന്നു. എന്റെ ഡ്യൂട്ടി നിശ്ചയിക്കേണ്ടത് അങ്ങല്ലേ? അത്രയും വേണ്ട. എന്നാലും മുഖ്യമന്ത്രിയോട് പറഞ്ഞ് ഞാൻ നിങ്ങളെ കൊണ്ട് സ്ഥലം മാറ്റിയെടുത്തത് എന്തിനാണെന്ന് അറിയാമല്ലോ. ആ, ഏതാണ്ട് ഒരു ഊഹമുണ്ട്. എന്റെ മോൾ ആരെയും അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അവൾക്ക് എന്തോ ചില പ്രത്യേകതകളുണ്ട്. എങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാനും കരുതി. അത് മാത്രമല്ല, നിങ്ങൾ ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കേണ്ടത് എന്റെ ഒരു ആവശ്യവുമാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയേ വേണ്ടു. നിങ്ങളെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി എടുക്കുന്ന വിവരത്തിന് ഞാൻ മോൾക്ക് ഫോൺ ചെയ്തിരുന്നു. അവൾ ബാംഗ്ലൂരിൽ നിന്ന് മിക്കവാറും നാളെ വന്നേക്കും. ബാംഗ്ലൂരിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു. ആര്? സൂസമ്മയോ? അതെ. എന്നിട്ട് ഫോണിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ആ വിവരം പറഞ്ഞില്ലല്ലോ. എന്റെ മകളായതുകൊണ്ട് പറയല്ല, ഭയങ്കര സ്മാർട്ടാണ് അവൾ. ആ, അത് പോട്ടെ. തമ്പി ഇവിടെ വന്ന് ചാർജ് എടുത്തിട്ടുള്ള വിവരം ഈ നാട്ടാകെ ഒന്ന് അറിയണം. മനസ്സിലായല്ലോ? ആകെ ഒന്ന് കുലുക്കണമെന്നർത്ഥം. ആ കാര്യം ഞാൻ ഏറ്റിരിക്കുന്നു. പുതിയ സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടല്ലോ, ആള് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാ കേട്ടത്. കഞ്ചാവിന്റെ നാടായതുകൊണ്ട് ചീഫ് മിനിസ്റ്റർ നേരിട്ട് സ്പെഷ്യലായിട്ട് അയച്ചിരിക്കുകയാണെന്ന് അറിവ്. അപ്പോൾ നമുക്ക് ജോലി കൂടുതലോ പരമാണെന്ന് പിള്ളച്ചേട്ടാ? കൂടട്ടോ. കഞ്ചാവ് കിടത്തിന്റെ 2 കേസ് പിടിച്ചു കൊടുത്താ പ്രൊമോഷൻ ഷുവറാ. ഈ വയസ്സാം കാലത്ത് എനിക്കിനി പ്രൊമോഷനും വേണ്ട, ഒരു മോക്ഷവും വേണ്ട. തനിക്ക് വേണേ നോക്കൂ.
ആ പൈലറ്റ് വന്ന വണ്ടി എവിടെ? അത് 4 പേരെ ഇടിച്ചു തീർപ്പിച്ചിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞു. അങ്ങനെ ഈ കിളിപാടിയിൽ ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനുള്ള തറക്കല്ലിടുവാൻ വേണ്ടി വന്നെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ നാട്ടുകാർക്കുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഹായ് ഡാഡി. മോളെ യാത്രക്ക് സുഖമായിരുന്നോ? ഡാഡി എന്ത് എയർപോർട്ടിൽ വരാഞ്ഞത്? അതുകൊണ്ടല്ലേ തമ്പി വന്നത്. നിങ്ങൾക്കാവുമ്പോ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു വരാമല്ലോ. അതിനിടയ്ക്ക് ഞാനെന്തിനാ? വാ.